ഇപ്പൊ സിനിമ ഒരു അഭിനേത്രി ആയില്ലായിരുന്നെങ്കിൽ എന്തൊരു ജോലിയായിരിക്കും നിത്യ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക? ഏതോ വീട്ടിൽ ആരുടെയോ അടുക്കള പണി ചെയ്യുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. വലിയ വലിയ സാധാരണ ഒരു ഹോം മേക്കർ ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൂ. കുഞ്ഞിലെ മുതൽ അങ്ങനെ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അങ്ങനെ ആഗ്രഹങ്ങൾ, വലിയ സിനിമ സ്വപ്നം ഉണ്ടായിരുന്നു. അത് ഒരു സാധിച്ചു. വേറെ അങ്ങനെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പള്ളിമണി ആണല്ലോ റീസെന്റ് സിനിമ. അതിനുശേഷം ഇനി ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, വരാൻ പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ കമ്മിറ്റ്, അതൊരു നല്ല ഒരു തുടക്കമാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് വന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ. ആദ്യം നിത്യ പറഞ്ഞിരുന്നു തുടക്കത്തിലെ കുറച്ച് ചൂസി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ചൂസ് ചെയ്ത് സിനിമകൾ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ. ആ ഒരു ഇത് ഇപ്പൊ തീർക്കാൻ പോവാണല്ലേ? ഇപ്പൊ നമുക്ക് അതിനുള്ള സമയമില്ല. അന്ന് പ്രായം ഉണ്ടായിരുന്നു, ഇന്നിപ്പോ പ്രായം അങ്ങനെ അല്ലല്ലോ. അപ്പം അങ്ങനെയല്ല, നല്ല ക്യാരക്ടറൊക്കെ വന്നാൽ ചെയ്യും. എന്നാലും ചൂസ് ചെയ്യാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ചൂസ് ചെയ്യുന്നല്ല, നല്ല കഥാപാത്രങ്ങൾ. അന്നത്തെ പോലെ അന്ന് എന്താ പറയാ, നമ്മളൊരു നായികയായിട്ട് വന്നിട്ട് ഞാൻ രണ്ടാമത്തെ സിനിമയില് ഒരു ക്യാരക്ടർ റോളാ ചെയ്തത്. അതെനിക്ക് അറിയില്ല, പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റി. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ നായികയായിട്ട് തന്നെ ചെയ്യണം, അങ്ങനൊന്നും വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല കഥാപാത്രങ്ങൾ. നിങ്ങളുടെ അവിടെ ജമ്മുവില് മലയാളം മൂവീസ് റിലീസ് ആവില്ലായിരിക്കും? ഇല്ല. അപ്പൊ ആ സമയത്ത് മിസ് ചെയ്തൊരു കാര്യം എന്താണ്? നമ്മുടെ സിനിമയാണോ? പാട്ടുകള് അതിനൊരു പോം വഴിയായിട്ട് എന്താണ് കണ്ടുപിടിച്ചു? എന്നിട്ട് യൂട്യൂബിൽ പാട്ട് വെക്കും, ഞാൻ അങ്ങോട്ട് കേൾക്കും. വീട്ടിലെല്ലാരും എന്നിട്ട് വഴക്ക് പറയും? അല്ല, അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. എനിക്കാണെങ്കിൽ ചെറിയ സൗണ്ടിൽ പാട്ട് കേൾക്കുന്ന ഇഷ്ടമല്ല, കേൾക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കേൾക്കണം, അങ്ങനത്തെ. അപ്പൊ ഹസ്ബൻഡ് പറയും മലയാളം വേണ്ട, ഓൺലി പഞ്ചാബി അല്ലേ? പഞ്ചാബി നല്ല ഹിന്ദി കേൾക്കാം. ഹിന്ദി കേൾക്കാം.